ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? ഇവിടെ നല്ല തന്നെ അൽഹംദുലില്ലാഹ്. പിന്നെ ഞാൻ തമ്നയിൽ കണ്ട പോലെ തന്നെ നാളെ നോമ്പാന്ന് ഇവിടെ അന്നേരം പിന്നെ അത്താഴവും ഇന്നത്തെ ലഞ്ചും എല്ലാം ഒന്നിച്ചാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഫിലാഫിൽ സാൻഡ്വിച്ച് ആക്കുന്ന രാവിലെ തന്നെ. ഫ്രൈഡേ ഞാൻ സാധാരണ ഈ ബ്രെഡ് ഫ്രൈ ഉണ്ടാക്കൽ. ഇന്ന് പിന്നെ സാൻഡ്വിച്ച് ആക്കി. ഉപ്പാക്ക് ബ്രെഡ് ഫ്രൈ ആക്കി കൊടുത്ത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കുറേ സവോള കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അത്താഴത്തിനും കറി വെക്കണം. നെയ്ച്ചോറും ചിക്കൻ തേങ്ങ വറുത്തരച്ച കറിയും പിന്നെ ബീഫ് ഫ്രൈയോ ഇന്ന് ഉണ്ടാക്കുന്നത് ലഞ്ചിന്. അതുതന്നെ നമുക്ക് അത്താഴത്തിന് മതി. പിന്നെ രാത്രിയൊക്കെ ഡിന്നറിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ഫുഡ്. ഉച്ചയ്ക്ക് നല്ലോണം കഴിച്ചാൽ പിന്നെ നമ്മൾ രാത്രി അങ്ങനെ കഴിക്കില്ല ഡിന്നർ. അങ്ങനെയാണ് വിശേഷം. അപ്പം ഞാൻ സവാള കുറേ കട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ് കറിയും വെക്കണം, ചിക്കൻ കറി ആക്കണം. പിന്നെ കുറച്ച് മസാല ആക്കിയിട്ട് നാളെ നോമ്പിന് വേണ്ടിയിട്ട് കറി വെക്കാനും പിന്നെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് മസാല കുറച്ചെടുത്ത് വെക്കും ഈ സവാള വെന്തതിന് ശേഷം കേട്ടോ. അപ്പം ഞാൻ സവാള കട്ട് ചെയ്യട്ടെ. ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടില്ല. ഒരു പ്രാവ് 2 മുട്ട ഇട്ട് ആ മുട്ട വിരിഞ്ഞു. കുഞ്ഞാന്ന് ഇന്നലെ വിരിഞ്ഞതാന്ന് തോന്നുന്നു. കിടന്ന് ഉറങ്ങിയ നനങ്ങുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ മല്ലിയില വാങ്ങിയ ദിവസം ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് കഴുകി ഉണക്കി വെള്ളമെല്ലാം പോയതിന് ശേഷം ഇതുപോലെ ഒരു ബോക്സിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഇങ്ങനെ ഉണക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുക. ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് 1-2 ആഴ്ച മല്ലിയില കേടാവാതെ സൂക്ഷിക്കാം. പക്ഷേ മല്ലിയിലക്കോ അല്ലെങ്കിൽ ബോക്സിലോ ഒരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പറ്റില്ല. വെള്ളം ഉണ്ടായാൽ പെട്ടെന്ന് കേടായിപ്പോൾ. അതുപോലെ തന്നെ പുതിനയില ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെക്കാൻ. വെള്ളം പോയാൽ നമുക്കൊരു ബോക്സിലിട്ടിട്ട് ഇത് സൂക്ഷിച്ച് വെക്കാം. ഇങ്ങനെയാണ് ചെയ്യൽ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ കേടാകാണ്ട്. പുതിനയില കട്ടൻ ചായയിലിടാൻ വേണം. നമ്മൾ വൈകുന്നേരം കട്ടൻ ചായ കുടിക്കൽ. ഡിന്നറിൻ്റെ കൂടെ നമ്മൾ കട്ടൻ ചായ കുടിക്കൽ. വൈകുന്നേരം കുടിക്കാറില്ല കേട്ടോ. സവോള ഏകദേശം വെന്ത് വന്ന് പിന്നെ പച്ചമുളകും ജിഞ്ചർ ഗാർലിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്.
പച്ചമുളക് കുറച്ചധികം ഇടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും നാളെ എരിവുള്ള മസാല ആക്കണമല്ലോ. അതുപോലെ തന്നെ ഈ കറിവേപ്പില ഞാൻ ഇങ്ങനെ മഞ്ഞൾ പൊടിയിട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ നല്ലോണം വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ബോക്സിലിട്ട് വെക്കും. ആദ്യം ഫസ്റ്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് വിരിച്ചു കൊടുക്കണം, ടിഷ്യൂ പേപ്പർ പോലത്തെ കേട്ടോ. നമ്മൾ സവാള ഇവിടെ റെഡി ആയിട്ട് വെന്ത സവാള ഞാൻ ഇതിലിട്ട് കൊടുത്ത് ചിക്കൻ കറിയിലിട്ട് കൊടുത്ത് കുറച്ച് തക്കാളി ഇടണമായിരുന്നു. തക്കാളി ഇടാൻ ഞാൻ മറന്നുപോയി കേട്ടോ. എന്നിട്ട് പിന്നെ വേറെ വേവിച്ചിട്ട് കൊടുക്കുക ഇത് ലാസ്റ്റ്. ഇനി ബീഫ് ഞാൻ ബോൺലെസ് ബീഫാണ് യൂസ് ചെയ്യുന്നത്. അതിൽ കറിവേപ്പില, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ ഇവ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കാം. പിന്നെ മല്ലിയിലയും കൂടി ഞാൻ ഇടുന്നുണ്ട്, കഴുകി കട്ട് ചെയ്തതുണ്ട്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്, ഗാർലിക് പേസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് വെന്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നെയ്ച്ചോറ് വെക്കുന്നുണ്ട്. നെയ്ച്ചോറിന് വെള്ളം ഗീയും ഇത് മസാലയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഏലക്കായ്, പട്ട ഇതെല്ലാം ഇട്ടതിന് ശേഷം വെള്ളം തിളപ്പിച്ചിട്ട് അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ബോക്സിലിട്ട് വെച്ച് പിന്നെ നെയ്ച്ചോറിൽ ഞാൻ ജീരകവും ഈ സവാള കട്ട് ചെയ്തത് മുന്തിരിങ്ങയെല്ലാം ഉണക്ക മുന്തിരിങ്ങയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഈന്തപ്പഴം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെയിലത്ത്. ഇപ്പം നല്ലോണം ഉണങ്ങി. എൻ്റെ കൂടെ കുറച്ച് അത്തിപ്പഴം ഉണ്ടായിന്. എവിടുന്നാന്ന് വെച്ചാൽ എൻ്റെ മോനെ തുർക്കി പോയിട്ട് വരുമ്പോൾ നല്ല അത്തിപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പുതിയ സോഫ്റ്റ്, നമ്മൾ ഇവിടുന്ന് അത്തിപ്പഴം കിട്ടും, പക്ഷേ അത് ഭയങ്കര ഹാർഡാണ്, അത്ര സോഫ്റ്റ് അല്ല. അങ്ങനെ എൻ്റെ മോൻ കൊണ്ടുവന്ന അത്തിപ്പഴവും ഇതിൻ്റെ കൂടെ ഞാൻ ഇടയ്ക്കിടെ ഇത് ഉണക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിക്കലാന്ന്. അത്തിപ്പഴത്തിൻ്റെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും ഇതിൻ്റെ കൂടെ ഉണക്കിയിട്ടുണ്ടായിന്. അതൊരു ബോക്സിലിട്ട് വെച്ചു. പിന്നെ ഈന്തപ്പഴം മറ്റൊരു ബോക്സിലിട്ടു. ഇനി ഫ്രിഡ്ജിൽ വെക്കണ്ട, നന്നായിട്ട് ഉണങ്ങി. അല്ലെങ്കിൽ പിന്നെ ആ നനവുണ്ട ഒട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വെക്കണമല്ലോ, അല്ലെങ്കിൽ കേടാവില്ലേ. അങ്ങനെയാണ് വിശേഷങ്ങൾ. എൻ്റെ നെയ്ച്ചോറ് റെഡിയായി, ഫുഡെല്ലാം ഏകദേശം റെഡിയായി. ഞാൻ നേരത്തെ ഈ സവോള കട്ട് ചെയ്തതിൻ്റെ ആ വേസ്റ്റെല്ലാം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാണ് ഉണ്ടായിട്ടില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. കൗണ്ടർ ടോപ്പെല്ലാം ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. അതിന് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി അങ്ങനെ പണിയെല്ലാം ഏകദേശം റെഡിയായി. ഇനി നമ്മൾ ബീഫ് വെന്തിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, മറ്റൊന്നും പണിയില്ലല്ലോ. കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി.
കറിവേപ്പില ഞാൻ കുറേ ഇട്ട് കൊടുക്കും ബീഫിൽ. നല്ല ടേസ്റ്റാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട്. അങ്ങനെ നമ്മൾ ബീഫ് ഇവിടെ റെഡിയാകുന്നുണ്ട്. നമ്മൾ ഫുഡെല്ലാം ഏകദേശം റെഡിയായി. പിന്നെ കുറച്ച് പാത്രമുണ്ട്, അതെല്ലാം ക്ലീൻ ചെയ്ത് ഇനി കുളിച്ച് നിസ്കരിച്ചിട്ട് ഭക്ഷണം കഴിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.